അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കപ്പെട്ട യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ബദറിൻ്റെ സ്മരണകളിലൂടെയാണ് ലോകത്തുള്ള വിശ്വാസികൾ കടന്നു പോകുന്നത്. ബദർ കേവലം ഒരു യുദ്ധ വിജയമല്ല, മറിച്ച് ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് പതറാത്ത ആദർശത്തിൻ്റെ കരുത്ത് പകർന്നു നൽകുന്ന പാഠപുസ്തകമാണ്. മണ്ണ് പിടിച്ചടക്കാനോ അധികാരത്തിനോ വേണ്ടിയായിരുന്നില്ല ബദർ യുദ്ധം. ഇസ്ലാമിൻ്റെ ആദർശമായ തൗഹീദ് സംരക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നു ബദറെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബദറിൻ്റെ ചരിത്ര പശ്ചാത്തലം: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും 300 ചില്ലാനും അനുചരന്മാരും ബദറിൻ്റെ താഴ്വരയിൽ അവിശ്വാസികളുമായി മുശ്രിക്കുകളുമായി പോരാടുമ്പോൾ അവരുടെ കയ്യിൽ ആയുധങ്ങളുടെ ബലമുണ്ടായിരുന്നില്ല. അവർ ദുർബലരായിരുന്നു. എന്നാൽ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധത്തിലുള്ള ആയുധങ്ങളും സൗകര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ ഫിൽ അർദ്. അല്ലാഹുവേ, ഈ ചെറിയ ഒരു വിഭാഗം ഇന്ന് പരാജയപ്പെട്ടാൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആരും ബാക്കിയുണ്ടാവുകയില്ല. അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു. ബദറിൽ വിശ്വാസികൾക്ക് വലിയ വിജയം അള്ളാഹു നൽകുകയുണ്ടായി. സഹോദരങ്ങളെ, ബദർ യുദ്ധത്തിൽ നിന്ന് വിശ്വാസികളായ ആളുകൾ പഠിച്ചെടുക്കേണ്ട പാഠങ്ങളുണ്ട്. അതിലൊന്ന് അചഞ്ചലമായ ഈമാനാണ്. എണ്ണത്തിലോ വണ്ണത്തിലോ അല്ല, മറിച്ച് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലാണ് വിജയം ലഭിക്കുക എന്ന് ബദർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബദർ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേതൃത്വത്തോടുള്ള അനുസരണം അനിവാര്യമാണ് എന്ന് ബദർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് മുന്നിൽ തങ്ങളുടെ ജീവനും സ്വത്തും നൽകാൻ തയ്യാറായ സ്വഹാബികളുടെ നിലപാടാണ് വിശ്വാസികൾക്കിന്ന് മാതൃകയായിക്കൊണ്ടുള്ളത്. അതോടൊപ്പം തന്നെ ഐക്യമുണ്ടാകണം, കൂടിയാലോചനയുണ്ടാകണം. ബദർ നമുക്ക് പകർന്നു നൽകുന്ന പാഠമാണ്. ഏതൊരു വിഷയത്തിലും ഐക്യത്തോടുകൂടെ നിലനിൽക്കാൻ, അതേപോലെ തന്നെ കൂടിയാലോചനകൾ നടത്താൻ വിശ്വാസികൾ സന്നദ്ധരായാൽ അവർക്ക് വിജയമുണ്ടാകും. ഗോത്രമഹിമയും വർണ്ണവും മറന്ന് ഒരൊറ്റ ശരീരമായി വിശ്വാസികളായ ആളുകൾ നിലകൊണ്ടു. അതാണ് അവരുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. യുദ്ധത്തിന് മുമ്പ് വേണ്ട രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായി കൂടിയാലോചനകൾ നടത്തി. ഖുർആൻ പറയുന്നത് വശാവിറുഹും ഫിൽ അംർ, വിശ്വാസികളായ ആളുകൾക്കുണ്ടാകേണ്ട ഗുണമാണിത്. കാര്യങ്ങളിൽ കൂടിയാലോചനകൾ നടത്തണം. ഖുറൈശികൾ അവരുടെ കച്ചവട സംഘത്തെ സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ആ സമയം മുതൽ പ്രവാചക തിരുമേനി സ്വഹാബികളുമായി കൂടിയാലോചനകൾ നടത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് കൂടിയാലോചനകളുടെ കൂടെ വിജയമായിരുന്നു ബദറെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു പാഠം: ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. നോക്കൂ, നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടത് നബിയും സ്വഹാബികളുമാണ്. വിശ്വാസത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളാണെങ്കിൽ കടുത്ത പരീക്ഷണങ്ങളെ അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുമെന്ന ഒരു പാഠം ബദർ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയവലംബിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ഓടിയകലാനല്ല, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനാണ് വിശ്വാസികളായ ആളുകൾക്ക് സാധിക്കേണ്ടത്. ഇന്ന് ബദറുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങൾ, തെറ്റായ പ്രവണതകൾ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബദരീങ്ങളോടുള്ള സ്നേഹം നാം പ്രകടിപ്പിക്കേണ്ടത് അവരുടെ ആദർശം ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ബദറിൻ്റെ പേരിൽ പല അനാചാരങ്ങളും സമൂഹത്തിലുണ്ട്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അതിനാണ് ബദർ യുദ്ധമുണ്ടായത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൻ്റെ താഴ്വരയിൽ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. മുശ്രിക്കുകളുടെ നേതാവും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ബദർ ഉണ്ടായത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്നാണ്. ആ ഒരു പദത്തിനു വേണ്ടിയാണ് ബദർ ഉണ്ടായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ഇന്ന് അതേ ബദരീങ്ങളെ വിളിച്ച്, ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. അത് ഗൗരവമായ പാപമാണ്. അതുകൊണ്ട് തന്നെ ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം തൗഹീദാണ്, ആദർശമാണ്. ആദർശത്തിൽ വിട്ടുവീഴ്ച പാടില്ല. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളായി ജീവിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച രംഗം വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻഫാലിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആദർശം ബദർ എന്തിനു വേണ്ടിയാണോ ഉണ്ടായത്, അതേ ആദർശം ജീവിതത്തിൽ നെഞ്ചേറ്റി ജീവിക്കാനാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.